Alhamdulillah Rabbil Alamin. Assalatu wassalamu ala Rasulillah amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വേർഡ് മാസ്റ്റർ എന്ന റോളിലാണ് എത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ 99 പരിശുദ്ധ നാമങ്ങളിൽ നിന്ന് ഒരു നാമം എടുത്ത് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ റോൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധ നാമമാണ് സമീഅ എന്നത്. സമീഅ എന്ന ഈ ഒരു അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു അർത്ഥം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് അള്ളാഹുവിനോട് എങ്ങനെയാണ് യോജിക്കുന്നത്? സമീഅ എന്നതിൻ്റെ അർത്ഥം വരുന്നത് കേൾക്കുന്നവൻ എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ചെവികൾ കൊണ്ട് നമ്മളുടെ ചുറ്റോറും നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുവെന്ന്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമുക്ക് കേൾക്കാം, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സമീഅ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കീ ഡിഫറൻസ് ഉണ്ട്. സൃഷ്ടിയുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും ഒന്നാണോ? ഒരിക്കലുമല്ല. സൃഷ്ടിയുടെ കേൾവിയിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് 2 പേർ സ്വകാര്യമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കിത് കേൾക്കണം എന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒച്ചയിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ ബിൽഡിങ്ങിലുള്ളവർക്ക് കേൾക്കാൻ കഴിയണം എന്നില്ല. അങ്ങനത്തെ ഓരോരോ ഡിഫറൻസുകൾ അല്ലെങ്കിൽ എന്താ പറയുക, പറ്റാത്ത സംഭവങ്ങളുണ്ട് ഈ ഒരു സൃഷ്ടിയുടെ കേൾവിയിൽ. സൃഷ്ടാവിൻ്റെ കേൾവിയിൽ എന്താണ്? സൃഷ്ടാവിന് എല്ലാം കേൾക്കാൻ കഴിയും. സൃഷ്ടാവിന് കേട്ടത് എല്ലാം മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടാവിന് ലോകത്ത് എവിടെയാണെങ്കിലും ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ തുള്ളി താഴെ വീഴുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു ശബ്ദം അതുവരെ സൃഷ്ടാവ് അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നാണ്. അത് കാരണം നമ്മൾ എപ്പോഴും ആ ഒരു ഭക്തിയോടെ നിൽക്കണം. അള്ളാഹു അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മളുടെ ആ ഒരു വിചാരം നമുക്ക് വേണം. ഖുറൈശി ഗോത്രത്തിലത്തെ 2 പേരും വേറൊരു ഗോത്രത്തിലത്തെ ഒരാളും കൂടിയിട്ട് എന്തൊക്കെ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുക്ക് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നു എന്ന്? ഒരാൾ പറഞ്ഞു, ഒച്ചത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, പരസ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ കഴിയും, പക്ഷെ രഹസ്യമായിട്ട് അവിടെ പറയുകയാണെങ്കിൽ കേൾക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, പരസ്യമായിട്ട് ഒച്ചത്തിൽ നമ്മൾ പറയുമ്പോൾ കേൾക്കുകയാണെങ്കിൽ അത് രഹസ്യമായിട്ട് നമ്മൾ പറഞ്ഞാലും അള്ളാഹു കേൾക്കുന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്ന്, എങ്ങനെയാണ് സമീഅ എന്ന ഈ ഒരു പരിശുദ്ധ നാമം അള്ളാഹുവിലേക്ക് യോജിക്കുന്നത് എന്ന്. അൽഹംദുലില്ലാഹ്, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. അള്ളാഹുവിനെ അനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.